ഇന്ന് നമുക്കൊരു കവർ പേജ് ഡിസൈൻ നോക്കിയാലോ. ഈ ബുക്ക് എനിക്ക് സെൽഫ് ഗിഫ്റ്റിംഗ് ചെയ്താണ് കേട്ടോ. എൻ്റെ ബർത്ത്ഡേ ആണെന്ന് ജൂലൈ 8 സോറി ബർത്ത്ഡേ വരെ മറന്നു. അപ്പോൾ ഞാൻ എനിക്ക് തന്നെ സെൽഫ് ഗിഫ്റ്റ് ചെയ്തതാണ്. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഡിസൈൻ ചെയ്യുന്നത് ഈ ബുക്കിൻ്റെ എൻ്റെ ഫസ്റ്റ് പേജ് ഒന്ന് കളറാക്കണമല്ലോ, ആ രീതിയിലാണ്. പിന്നെ നിങ്ങൾക്കൊരു ഡിസൈൻ കാണിച്ചു തരാം, അത്രേ ഉള്ളൂ. എൻ്റെ ബുദ്ധി തോന്നിയൊരു ഡിസൈനാണ് കേട്ടോ. ഇങ്ങനെ കുറേ എന്താ പറയുക, ഒരു ഷേപ്പും ഇല്ലാത്ത കുറേ ഷേപ്പുകൾ വരയ്ക്കും. അതായത് നമ്മളിങ്ങനെ റൗണ്ട് വരയ്ക്കുമ്പോൾ കൈ വരച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുമല്ലോ, അങ്ങനത്തെ ഒക്കെ ഒരു ഷേപ്പുകൾ കുറേ വരയ്ക്കാം. സെൻറ്ററിൽ നമുക്ക് എന്താണോ സബ്ജക്റ്റിൻ്റെ നെയിമോ അല്ലെങ്കിൽ പ്രൊജക്റ്റിൽ നിന്നോ അസൈൻമെൻറ്റിൽ നിന്നൊക്കെ എഴുതാനുള്ള ഒരു സ്പേസ് വിട്ടിട്ട് ബാക്കി എല്ലായിടത്തും ആ ഡിസൈൻ വരച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻസ് വെച്ചിട്ട് ഒരു 4-5 കളേഴ്സ് കോമ്പിനേഷൻസ് വെച്ചിട്ട് ഫുൾ അടിച്ചു കൊടുക്കുക. പേസ്റ്റൽ കളേഴ്സ് ആണെങ്കിൽ ഒന്നും കൂടി ഭംഗിയുണ്ടാവും. എൻ്റെ അടുത്ത് പേസ്റ്റൽ കളേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഡാർക്ക് ഷെയ്ഡ്സിൻ്റെ ബ്രഷ് പെന്നാണ്, അത് യൂസ് ചെയ്തിട്ടാണ് കളർ ചെയ്യുന്നത്. ആ ഡാർക്ക് ഷെയ്ഡ്സിൽ കുറച്ച് ലൈറ്റായിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കളർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പേസ്റ്റൽ കളേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, ഒന്നും കൂടെ ഭംഗിയാക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ എഴുതാം. ഞാനിവിടെ പ്രെട്ടി തിങ്സ് എന്ന് എഴുതിയിട്ടുള്ള എൻ്റെ ചാനലിൻ്റെ നെയിമാണ്. പിന്നെ അതിന് മുകളിൽ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് കൊടുക്കാം, സ്പൈറൽസും സ്റ്റാർസും ഹേർട്സും അങ്ങനെ കുറേ ഡിസൈൻസൊക്കെ കൊടുക്കാം. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഡൂഡിൽ ആർട്ടിൻ്റെയും സെൻറ്റാങ്കിൾ ആർട്ടൊക്കെ ഇല്ലേ, അങ്ങനത്തെ ആർട്ടുകളുടെ ഒക്കെ ഒരു വകയിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് വരും, അങ്ങനത്തെ ഒരു ഡിസൈനാണ്. പക്ഷെ നല്ല ഭംഗിയില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളി ഡിസൈനാട്ടോ. നിങ്ങൾക്ക് അസൈൻമെൻറ്റ്സിൻ്റെ പ്രൊജക്ട്സിൻ്റെ ഒക്കെ കവർ പേജായിട്ട് സൂപ്പറായി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐഡിയ കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. പക്ഷെ കൂടുതൽ ഡിസൈൻ ചെയ്ത് നിങ്ങൾ അസൈൻമെൻറ്റും പ്രൊജക്റ്റൊന്നും ചെയ്യുന്ന ടൈം ഇതിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടോ നല്ല ചീത്ത കേൾക്കും ടീച്ചേഴ്സിൻ്റെ അടുത്തൊന്നും പാരൻസിൻ്റെ അടുത്തൊന്നൊക്കെ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. പക്ഷേ ഇത് കുറച്ച് സിമ്പിളാണ്. ഈ കളർ കുറച്ച് അടിച്ചെടുക്കുക എന്നുള്ളത് കുറച്ചൊരു പണിയുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായിച്ചാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ ഇത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. അപ്പോൾ ഓക്കെ, ബൈ.